ശരിക്കും പറഞ്ഞ ഒരു ഗ്രാൻഡ് സ്ട്രക്ചർ 537 ഇതുപോലൊരു സ്ട്രക്ചർ പണിയാന്ന് പറയുന്നത് വളരെ ഒരു ഹെർക്യൂലിയൻ ടാസ്ക് തന്നെയാണ്. നമ്മൾ മേളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡോം. ശരിക്കും സുൽത്താൻ്റെ ഒറിജിനൽ ഗോൾഡൻ ത്രോൺ ആണ് നമ്മളവിടെ കണ്ടത്, അകത്ത് കയറി കണ്ടു കേട്ടോ. നമസ്കാരം. നമ്മളങ്ങനെ കുഷദാസയിൽ നിന്ന് തിരിച്ചെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇസ്താൻബുൾ വന്നിട്ടാണ് നമ്മൾ കപ്പദോക്യയിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ ഇസ്താൻബുളിലെത്തി. അന്ന് ഇസ്താൻബുൾ വന്നപ്പോൾ നമുക്ക് ഇസ്താൻബുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, നടക്കുകയാണ്. അതുകൊണ്ട് ചെറുതായിട്ട് കഥയ്ക്കുന്നുണ്ട്, ചെറുതായിട്ടല്ല ഒരുമാതിരി നന്നായിട്ട് കഥയ്ക്കുന്നുണ്ട്. നമ്മൾ ഇസ്താൻബുൾ ടൂറിന് പോവുകയാണ്. നമ്മുടെ കൂടെ ഈ ഗൈഡ് ചെയ്യുന്നത് ജെയിംസ് ആണ്. ജെയിംസ്, ഹായ്. ആൻഡ് ഇത് ഒരു ഗൈഡ് ആവാൻ വേണ്ടി ട്രെയിനിങ്, അതായത് പുള്ളിക്കാരൻ ഈ എക്സ്പീരിയൻസ് ഗൈഡിൻ്റെ കൂടെ നടന്ന് ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ട് നമ്മളോട്, ഞാനാണ് പിന്നെയുള്ളത്. ഇങ്ങനെ കഥച്ചുവണച്ചൊക്കെ ഞാൻ നിങ്ങളോട് നമുക്ക് ഇസ്താൻബുൾ കറങ്ങാനായിട്ട് പോകാം. ഞാൻ കുഷദാസയിൽ വെച്ച് കുഷദാസയെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു സ്ലീപ്പിംഗ് ടൗൺ ആണെന്നാണ് പറഞ്ഞത്, ഉറക്കം തൂങ്ങിയ ടൗൺ എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ കണ്ടത് കുഷദാസിയുടെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ മാത്രമാണ്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവാണ്, ആൾക്കാർ നന്നായിട്ട് തിരക്കുണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് തിരക്ക്. അതേപോലെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്, ആക്റ്റീവായിട്ട് ഷോപ്പിംഗ് നടക്കുന്ന സ്ഥലമാണ്. യോട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, നല്ല മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. പക്ഷേ ഇസ്താൻബുളിൽ എത്തിക്കഴിഞ്ഞാൽ ഇസ്താൻബുളിൻ്റെ പിക്ചർ തന്നെ മാറും, മൊത്തത്തിൽ മാറും. അപ്പോൾ നമ്മൾ ഇസ്താൻബുളിലാണ് ആദ്യത്തെ സ്റ്റോപ്പ്. വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇസ്താൻബുൾ ടൂറിനായിട്ട്, സിറ്റി ടൂറിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച മിക്കവാറും കടകളൊക്കെ തന്നെ അടവായിരിക്കും. നമ്മൾ പോരുന്ന വഴിക്ക് ഒരു ടർക്കിഷ് കോഫി, അതുപോലെ ടർക്കിഷ് ടീ, ടർക്കിഷ് ഡിലൈറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. അത് കഴിഞ്ഞ് കടകളൊക്കെ ഉണ്ട് കേട്ടോ, സാധാരണ കടകളൊക്കെയാണ്. ഈ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ സാധാരണ കടകളുണ്ട്. ട്രാംസ് ഇവിടെ കോമൺ ആണ്. നമ്മൾ സാധാരണ യാത്ര ചെയ്യാനായിട്ട് ബസ്സസ് ഉണ്ട്, ടാക്സി ഉണ്ട്, ട്രാംസ് ഉണ്ട്, മെട്രോ ഉണ്ട്. നമുക്ക് ഏതാണോ, ഇത് ട്രാമാണ് കേട്ടോ. അപ്പോൾ ട്രാമിൽ വേണമെങ്കിൽ കയറി സഞ്ചരിക്കാം. ഇതുണ്ടോ പല ടൈപ്പിലുള്ള സീറ്റ്സൊക്കെ വെച്ച് വിൽക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഓൾഡ് സിറ്റിയിലെ എല്ലാ മസ്ജിദിനും വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ബയാസദ് മോസ്ക് ആണ്. ഇത് അടുത്തിടയ്ക്ക് എങ്ങാണ്ട് റിനോവേഷൻ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതല്ലാതെയും മസ്ജിദുകളുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കയറി കാണുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഗ്രാൻഡ് ബസാർ ബയാസദ് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ നോക്കണേ, ഇത് ഞായറാഴ്ച അവധിയാണ്, അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു ദിവസം എപ്പോഴേലും അവിടെ ഒന്ന് പോകുന്നത് നല്ലതാണ്. നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് ജെയിംസ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ടർക്കിയുടെ അല്ല, ഇസ്താൻബുളിൻ്റെ പഴയ പേരെന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിസ് എന്നായിരുന്നു. അന്ന് റോമൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അത് കഴിഞ്ഞ് അറബ് ഭരണമായി, അത് കഴിഞ്ഞ് ഓട്ടോമൻ ഭരണമായി. അന്നേരത്തേന് ഇവിടെ മസ്ജിദുകൾ ഇഷ്ടം പോലെ ആയി. ഇപ്പോൾ ഇഷ്ടംപോലെ മസ്ജിദുകളുണ്ട്. അറ്റ് പ്രസന്റ് ഹൗ മെനി മസ്ജിദ്സ് ആർ ദേ? More than 3,000 mosques in Istanbul. More than 3,000 mosques. 3000-ലധികം മസ്ജിദുകളുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത്, ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതൊരു മദ്രാസയാണ്, മസ്ജിദല്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലും മദ്രാസകൾ അല്ലെങ്കിൽ മസ്ജിദുകൾ നമുക്ക് ഇഷ്ടം പോലെ ഈ സൈഡിലൊക്കെ കാണാം. ഓൾഡ് സിറ്റിയിൽ നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മസ്ജിദുകളാണെന്ന് പറയും. ഇതെല്ലാം ട്രാമുകൾ പോകുന്ന വഴികളാണ് കേട്ടോ. വഴിയുടെ നടുക്കൂടെ തന്നെ ട്രാം ലൈൻസ് ഇട്ടിട്ടുണ്ട്. Is it a masjid or a madrasa? Say both. Yeah. ജെയിംസുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ശരിക്കും എൻ്റെ അറിവിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും ചിലപ്പോൾ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയുടെ ഇടയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ സമയമാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് മസ്ജിദ്. മറ്റേത് മെയിനായിട്ടുള്ള പ്രാർത്ഥന നടക്കുന്നത് മോസ്കിലാണ്. മോസ്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു മിനാറുണ്ടാവും, പക്ഷെ മസ്ജിദിന് മിനാറുണ്ടാവില്ല. ഈ കാണുന്നത് ഇതൊരു മദ്രസ ആയിരുന്നു, പണ്ട് ഇതൊരു മദ്രസ ആയിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ആൾക്കാരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ അവരുടെ ടൂംസ് ഉണ്ട് ഇതിനകത്ത്, അവരുടെ ശവകുടീരങ്ങളുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ശവകുടീരങ്ങളുള്ളതുകൊണ്ട് ഇതിന് വേറൊരു പേരാണ് പറയുന്നത്. ഇപ്പോൾ മസ്ജിദ് എന്നല്ല, മദ്രസ എന്നും അല്ല പറയുന്നത്, മസ്ജിദ് എന്നും അല്ല, മോസ്ക് എന്നും അല്ല പറയുന്നത്, വേറൊരു പേരാണ്. പേര് ഞാൻ മറന്നു കേട്ടോ. അങ്ങ് അവിടെ കാണുന്ന അത് മിനാറുള്ള ഒരു മോസ്കാണ്. ഇത് മോസ്കാണ്, ഇതിന് മിനാറുള്ളതുകൊണ്ട് ഇത് മോസ്കാണ്.
ഇവിടെ മദ്രസയുണ്ട്, അതുപോലെ തന്നെ മസ്ജിദാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ടൂമ്പും ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആരെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, റിലീജിയസ്ലി ആയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അടക്കുക. അതിന് തുർബെ എന്നാണ് പറയുന്നത്. തുർബെ എന്നാണ് തുർക്കി ഭാഷയിൽ പറയുന്നത്, അല്ലെങ്കിൽ അറബിക്കിലും അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു ഞായറാഴ്ച ആയതുകൊണ്ട് കടകൾ പലതും അടവാണ്, എന്നാലും കുറേ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് കാണാം ആൾക്കാരൊക്കെ പതുക്കെ വേണം, കൂടുതലും കഫേയൊക്കെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇത് മസ്ജിദാണ്, അല്ലെങ്കിൽ മോസ്ക്. ഇതാണ് മോസ്ക്, ഇത് മോസ്കാണ്. ഇത് കണ്ടോ, മോസ്കിന് മിനാറുണ്ടാവും, മസ്ജിദല്ല, മോസ്കിന് മിനാറുണ്ടാവും. ഇത് മോസ്കാണ്. അതേപോലെ തന്നെ മോസ്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കോളം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പുറത്ത് നേരത്തെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നതാണ്, അത് കത്തിപ്പോയി, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റോമൻ എംപയറിൻ്റെ സമയത്തുണ്ടായിരുന്നതാണ്. അതിന് ചുറ്റുവട്ടത്ത് കൊമേഴ്സ്, ട്രേഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രാൻഡ് ബസാറിൻ്റെ ഒരു എൻട്രി ആ സൈഡിൽ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വേണേലും നമുക്ക് നടന്ന് കയറാം. പക്ഷേ ഗ്രാൻഡ് ബസാർ ഇന്ന് അവധിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് അടുത്ത ട്രാം. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ടൊക്കെ കാണും കേട്ടോ. അതുപോലെ തന്നെ ട്രാമിലൊരു യാത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. നോക്കട്ടെ, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്കോപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാമിലും അതുപോലെ തന്നെ പറ്റിയാലും മെട്രോയിലോ ഫെറിയിലോ ഒക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ കോളത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ മാറി വന്ന് നിൽക്കുകയാണ്. അതായത് ഇവിടെയാണ് കോളം. അത് കഴിഞ്ഞ് അത് കൂടാതെ തന്നെ ഇഷ്ടംപോലെ പഴയ ബിൽഡിങ്ങുകളും മാർക്കറ്റ് ഏരിയാസും ഒക്കെയാണ് ഈ സൈഡിൽ. അതുപോലെ തന്നെ ഇത് സിമെൻറ്റ് വിൽക്കുന്ന ഒരാളാണ്. ഹായ്. അപ്പോൾ സിമെൻറ്റ് പല ടൈപ്പിലുള്ള സിമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. വണ്ടി വരുന്നു, നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. അപ്പോൾ പല ടൈപ്പിലുള്ള സിമെൻറ്റ്സ്, അതായത് ശരിക്കും ഒരു ബ്രെഡ് പോലെ തന്നെയാണ് കണ്ടാലോ, അല്ലെങ്കിൽ ബണ്ണ് പോലെ തന്നെയാണ് കണ്ടാൽ. ഡോണറ്റാണ്, ഡോണറ്റിൻ്റെ ഷേപ്പിലാണ്. അതിൻ്റെ പുറത്ത് സെസമേ സീഡ്സും ഒക്കെ ഇട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നട്ടില്ല വെച്ച് വേണമെങ്കിൽ കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചീസ് സാൻഡ്വിച്ച് പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്ത് കഴിക്കാം. ചീസ് സിമെൻറ്റും ചായയും കൂടാണ് ട്രഡീഷണൽ ടർക്കിഷ് ഒരു സ്നാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ ഓൾഡ് സിറ്റി കൂടെ നടക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഓൾഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം പഴയ ബിൽഡിംഗ് ആണ്. ഇതിനെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം കാണും. അത് മറ്റൊരു തുർബ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജെയിംസ് പറഞ്ഞു ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, ഓരോന്നും നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട്. ഇനിയിപ്പോൾ വലിയൊരു തുർബ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തുർബ ഇപ്പോൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ഇത് ദിസ് ഈസ് എ മസ്ജിദ്. ദിസ് ഈസ് ഓൾസോ തുർബ. ഓക്കെ, ഇത് തുർബയാണ്. നമുക്ക് ആപ്പടെ കൺഫ്യൂഷനാണ്, തുർബയാണോ മസ്ജിദാണോ മോസ്കാണോ മദ്രസയാണോ, ഇതിലെല്ലാം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇവരിവിടെ ജീവിക്കുന്നുണ്ട്, ഇവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേയേറെ ആൾക്കാരെ അടക്കിയിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡാണ്. അദ്ദേഹം ഓട്ടോമൻ എംപയറിലുണ്ടായിരുന്ന ഒരു സുൽത്താനാണ്. അദ്ദേഹം 36 ഇയേഴ്സാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ 36 വർഷമായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ പ്രോമിനൻ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടമുണ്ട്. അതുകൂടാതെ മറ്റാൾക്കാരുടെയൊക്കെ കബറിടങ്ങളും ഉണ്ട് ഇവിടെ. നമുക്ക് അകത്തേക്ക് കയറാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കബറിടങ്ങളുണ്ട്. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. നമ്മളത് ഇപ്പം സുൽത്താൻ്റെ ടൂമ്പ് ഉള്ള സ്ഥലത്ത് കയറിയിരുന്നു കേട്ടോ. അവിടെ മറ്റ് ടൂമ്പുകളും ഉണ്ട്, ഇഷ്ടംപോലെ കബറുകളുണ്ട്. സുൽത്താൻ്റെ കബറുമുണ്ട്. സുൽത്താൻ്റെ കബറിനാണ് ഏറ്റവും പ്രത്യേകത എന്നാണ് പറയുന്നത്. അതിനകത്ത് വെച്ച് സംസാരിക്കാൻ സംസാരിക്കുന്നത് ശരിയല്ല, കാരണം സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലോ. പക്ഷേ അവിടെ അല്ലാതെ ഈ പുറത്താണേലും ഇഷ്ടംപോലെ ടൂംസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കബറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആരുടെയും എന്തെങ്കിലും പ്രത്യേകതയുള്ള, ചിലപ്പോൾ മിനിസ്റ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ പോയറ്റ്സ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളുകളുടെയൊക്കെ ടൂംസാണ്. പിന്നെ ഈ ടർക്കിയുടെ കംപ്ലീറ്റ് ടൂർ നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത് അഫ്സലാണ്, ട്രിപ്പ് ഓഫ് ഫ്ലൈയുടെ അഫ്സലിനൊരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ അതെ, തൊട്ടടുത്ത് തന്നെ ഇവിടെ ചെസ്നട്ട്സ് വറുത്ത് വിൽക്കുന്നുണ്ട്. ചെസ്നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ചെസ്നട്ട്സ് ആണ്. ഇവിടുന്ന് ഇദ്ദേഹം വറുത്ത് വെക്കുന്നു. ഞാനിപ്പോൾ ഇതൊന്നും വാങ്ങുന്നില്ല, കാരണം എന്ന് വെച്ചാൽ
നമുക്ക് ഫുഡ് ടൂറിനായിട്ട് നാളെ ഇറങ്ങണം. ആ സമയത്ത് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നും ഒത്തിരി ഫുഡ് കഴിച്ച് നാളെ ഒത്തിരി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി വെയിറ്റ് കൂടി വരികയെന്ന് ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നു. എനിക്ക് തന്നെയും തോന്നുന്നുണ്ട്. വെയിറ്റ് സ്വല്പം കുറയ്ക്കുകയും ചെയ്യാമല്ലോ. ഇവിടെയൊക്കെ ടർക്കിഷ് ഡിലൈറ്റ്സ്, ഇഷ്ടംപോലെ ടർക്കിഷ് ഡിലൈറ്റ്സും അതേപോലെ തന്നെ സ്പൈസസും ഒക്കെ വിൽക്കുന്ന കടയാണ്. നമ്മൾ നേരത്തെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ടർക്കിഷ് ഡിലൈറ്റ്സിൻ്റെ സ്പൈസസിൻ്റെ ഒക്കെ ചെറിയ തോതിൽ വീഡിയോസ് എടുത്തിട്ടുണ്ട്. The restaurant area. I want to tell you the local places. Restaurants, I mean. നമ്മളിപ്പം നടന്നു പോകുന്നത് ദിവാൻ സ്ട്രീറ്റിലൂടെയാണ്. ദിവാൻ എന്ന് പറയുന്നത് ഓട്ടോമൻ എംപയറിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നതും മീറ്റിംഗ് കൂടുന്നതുമായിട്ടുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. അപ്പോൾ എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ അവർ വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ദിവാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഫുഡ് സ്പോട്ട്സുകൾ ഇഷ്ടംപോലെ, എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇപ്പോൾ ആക്റ്റീവ് അല്ല, ഉച്ചയാകുമ്പോഴാണ് ഇതൊക്കെ ആക്റ്റീവായി വരിക എന്ന് പറയും. ഇച്ചിരി നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വഴി ക്രോസ് ചെയ്യുന്ന അതൊരു മോസ്ക് ആണെന്ന് തോന്നുന്നു. കാരണം അതിന് മിനാറുണ്ട്. ട്രാം വരുന്നു. ട്രാമൊക്കെ നോക്കി നമ്മൾ 2 സൈഡ് നോക്കി വേണം ക്രോസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ. നമ്മൾ ഇപ്പം നടന്നു പോകുന്നത് ബ്ലൂ മോസ്കിലേക്കാണ്. ഇതാണ് ബ്ലൂ മോസ്ക്. ഈ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്നതാണ് ബ്ലൂ മോസ്ക്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്, അതവിടെ കാണാം. അത് കൂടാതെ ഇവിടെ തന്നെ വേറൊരു മോസ്ക് ഉണ്ട്. ഞാൻ അറിയാതെ മസ്ജിദ് എന്ന് പറയുന്നു, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടീസ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നത്, എൻ്റെ മിസ്റ്റേക്ക്. അതുകൂടാതെ അതിൻ്റെ അപ്പുറത്തും ഉണ്ടൊരു മോസ്ക്. ഇപ്പോൾ ഇഷ്ടംപോലെ, ഞാൻ പറഞ്ഞല്ലോ 3000 ചില്ലുവാനം മോസ്കുകളാണ് മൊത്തത്തിലുള്ളത്. അതിൻ്റെ അപ്പുറത്തും ഒരു മോസ്ക് ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മോസ്കുകളാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും തന്നെ. അങ്ങ് അവിടെ ദൂരെ കണ്ട മോസ്കിന് ഫിറൂസ് മോസ്ക് എന്നാണ് പറയുന്നത്. ഫിറൂസ് മോസ്ക്. അപ്പോൾ നമ്മളിപ്പോൾ പതുക്കെ നടന്ന് ബ്ലൂ മോസ്കിലേക്ക് പോകാം. ഇവിടെ എല്ലാം ഉണ്ട്. ചെസ്നട്ട് വേണ്ടവർക്ക് ചെസ്നട്ട്, അതേപോലെ തന്നെ കോൺ വേണ്ടവർക്ക് കോണ്, അതെല്ലാം ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ബോയിൽ ചെയ്തൊക്കെ വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് സിമിറ്റ് വേണമെന്നുണ്ടെങ്കിൽ സിമിറ്റും ഉണ്ട്. ടർക്കി ഒരു വലിയ സിറ്റിയാണ് കേട്ടോ. നമ്മളിപ്പോൾ യൂറോപ്യൻ സൈഡിലാണ്. ഏഷ്യൻ സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. ഏഷ്യൻ സൈഡ് യൂറോപ്യൻ സൈഡും ഉണ്ട്. അപ്പോൾ ഏഷ്യൻ സൈഡിൽ ഇന്ന് ഏതായാലും ഇപ്പോൾ പോകുന്നില്ല. ഇന്ന് നമ്മൾ യൂറോപ്യൻ സൈഡൊക്കെ കണ്ടങ്ങ് പോവാണ്. അപ്പോൾ ഇവിടെ വരികയാണെന്നുള്ളത് അവിടെ ഫൗണ്ടൻ ഉണ്ട്. അതേപോലെ തന്നെ റോമൻ എംപയറിൻ്റെ കുറേയേറെ അവശിഷ്ടങ്ങൾ, റൂയിൻസ് അപ്പുറത്തൊക്കെ ഉണ്ട്. അതൊക്കെ കാണാതെ ഇതൊരു ഗാർഡൻ പോലെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. ഇരുന്ന് എൻജോയ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞങ്ങ് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേന് ബ്ലൂ മോസ്കിലേക്കാണ് നമ്മൾ എത്തുക. നമ്മളങ്ങനെ സുൽത്താൻ അഹമ്മദ് സ്ക്വയറിലാണ് നിൽക്കുന്നത്, ബ്ലൂ മോസ്കിന് തൊട്ട് ഫ്രണ്ടിൽ. ഇത് ഒരു ജർമ്മൻ സീസർ, ഇതിന് ജർമ്മൻ ഫൗണ്ടൻ എന്നാണ് പറയുന്നത്. ജർമ്മൻ കിങ് ഓട്ടോമൻ രാജാവിന് അല്ലെങ്കിൽ സുൽത്താന് സമ്മാനമായിട്ട് കൊടുത്താണ്. ജർമ്മനിയിൽ വന്നിട്ട് ഇവിടെ വന്ന് അസംബിൾ ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഫൗണ്ടനാണ്, ജസ്റ്റ് സാധാരണ ഫൗണ്ടൻ, അബ്ലൂഷൻ ഒന്നുള്ളതല്ല, സാധാരണ ഒരു ഫൗണ്ടനാണ്. ആൾക്കാർക്ക് വന്ന് വെള്ളം കുടിക്കുകയോ വെള്ളം മുഖം കഴുകുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ബ്ലൂ മോസ്കിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കാണാനായിട്ട്. കുറേ കാര്യങ്ങൾ ഈ ബ്ലൂ മോസ്കിന് ചുറ്റുമാണ് മിക്കവാറും എല്ലാ കാഴ്ചകളും. അതേപോലെ തന്നെ ടർക്കിയുടെ ടൂറിസം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം വരുന്ന സ്ഥലമാണ് ഈ ബ്ലൂ മോസ്കിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ. കുറേ കാര്യങ്ങളുണ്ട്, അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ നടന്ന് ഇപ്പുറത്തെ സൈഡ് വന്നേ. ഇത് ഹിപ്പോഡ്രോം എന്നാണ് പറയുന്നത്. ഹിപ്പോഡ്രോം എന്ന് പറഞ്ഞാൽ പണ്ട് റോമൻ ഭരണകാലത്ത് ഇവിടെ ചാരിയറ്റ് റേസ് ഒക്കെ നടന്നിരുന്ന സ്ഥലമാണ്. കുതിരവണ്ടി ഓട്ടങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അന്ന് ഇവിടെ കുതിരവണ്ടി ഓട്ടം നടന്നിരുന്നു. യു ഷേപ്പിൽ ആൾക്കാർ, ഗാലറി ഉണ്ടായിരുന്നു. ആൾക്കാരിങ്ങനെ സൈഡിലായിട്ടിരിക്കും, കുതിരവണ്ടികൾ നടുക്കൂടെ ഓടും. അത് അന്നത്തെ കാലത്തെ കാർ റേസ് അല്ലെന്നുണ്ടെങ്കിൽ റാലിയൊക്കെ പോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങ് ദൂരെ കാണുന്നത് ഈ കാണുന്ന ഒരു പില്ലർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോളമില്ലേ, അതിന് ചുറ്റുവട്ടത്ത് റൗണ്ട് ചെയ്തായിരുന്നു ചാരിയറ്റ് ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു സ്ഥലം, ഒരു പച്ച കളറിൽ നടുക്ക് എന്തൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാമല്ലോ. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം. ശരിക്കും ഇതെന്ന് പറയുന്നത് നമ്മൾ 300 എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ 300 എന്ന് പറഞ്ഞ സിനിമയിൽ സ്പാർട്ടൻസ് പേർഷ്യൻസിനെതിരായിട്ട് വിജയിച്ച് കഴിഞ്ഞപ്പോഴത്തേന്, പേർഷ്യൻസിനെതിരായിട്ട് വിജയിച്ച് കഴിഞ്ഞപ്പോൾ അവർ
ഗ്രീസിൽ സ്ഥാപിച്ച ഒരു സ്തൂപമായിരുന്നു എന്ന് വേണേൽ, സ്തൂപം എന്ന് മലയാളത്തിൽ എന്താണ് പറയുന്നത്, സ്തൂപം എന്ന് വേണേൽ പറയാം, സ്തൂപമായിരുന്നു. അത് 3 സ്തൂപങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. അത് പിന്നീട് റോമൻസ് അത് ഗ്രീസിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. റോമൻസ് ഇവിടെ കുറേ നാൾ ഭരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന മറ്റൊരു പില്ലറോ കോളമോ അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ ഇത് കാണുന്നില്ലേ, ഇതാണ് ഇസ്താൻബൂളിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഈ സ്ട്രക്ചറിന് 3500 വർഷത്തോളം പഴക്കമുണ്ട്. 3500 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ 3500 വർഷം, ഈ ക്രിസ്തുവിന് 1500 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്ന സ്ട്രക്ചറാണ്. അത് ഈജിപ്തിൽ പണിതാണ്. ഈജിപ്തിലെ ഏതോ ഒരു ടെമ്പിളിൽ വെച്ചിരുന്ന ഒരു കോളമാണ്. അതാണ് ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈജിപ്ത് ഫറോ, അന്നത്തെ രാജാവിനെ പ്രൈസ് ചെയ്യുന്നു. ഫറോ ആണോന്നറിയില്ല. അന്നത്തെ രാജാവിനെ പ്രൈസ് ചെയ്തും അതുപോലെ തന്നെ ദൈവത്തിനെ പ്രൈസ് ചെയ്തൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പല പടങ്ങളായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിന് മേളിലോട്ടുള്ള ഭാഗം മാത്രമാണ്. ഇതാണ് ഈജിപ്ഷ്യൻ ടെമ്പിളിന് ഫ്രണ്ടിലുണ്ടായിരുന്ന സ്തൂപം. അതിന് താഴോട്ടുള്ള ഈ ഭാഗം, ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ റോമൻ എംപറർ തിയോഡോസിസ് പണിതാണ്. അതിനകത്ത് ഇപ്പോൾ ഈ കൊത്തി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ഈജിപ്തിൽ നിന്ന് ഈ സ്തൂപം കൊണ്ടുവന്നതെന്നുള്ളതും അതേപോലെ തന്നെ റോമൻ എംപറർ തിയോഡോസിസിനെ പ്രൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് മൊത്തമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ പഴയ ബിൽഡിങ്സൊക്കെ ഉണ്ട്. അവിടെയുണ്ട്, അപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ അങ്ങ് അപ്പുറത്ത് പഴയ ബിൽഡിംഗ് ഉണ്ട്. ഇതെല്ലാം തന്നെ പഴയ കൊട്ടാരങ്ങളും പഴയ പാലസസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതൊക്കെ പലതും അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് ആണ്. ചിലതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. പണ്ട് റോമൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഇത് കുതിരപ്പന്തയം, ചാരിയറ്റ് റേസിന് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ അതിനുശേഷം ഓട്ടോമൻ പീരീഡ് വന്നപ്പോഴത്തേന് ഈ മോസ്കില്ലേ, ബ്ലൂ മോസ്ക്, അതിന് ചുറ്റുവട്ടത്തായിട്ട് മാർക്കറ്റുകളുണ്ടായിരുന്നു. ഇത് ബ്ലൂ മോസ്കിൻ്റെ ഏരിയയാണ്. ബ്ലൂ മോസ്കിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതിന് ചുറ്റുവട്ടമായിട്ട് ബസാർ ഉണ്ടായിരുന്നു. അപ്പോൾ ബസാറിൽ പോകാൻ നേരത്ത് ഇവിടെ കൊണ്ട് കുതിര പാർക്കിംഗ് സ്ഥലമായിരുന്നു. കുതിരയെ കൊണ്ട് കെട്ടിയിടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുതിര പാർക്കിംഗ് സ്ഥലം എന്ന് വേണേൽ പറയാം. അപ്പോൾ കുതിരയൊക്കെ പാർക്ക് ചെയ്തിരുന്നു ഇവിടെ. പക്ഷേ പണ്ട് ചാരിയറ്റ് റേസ് ആയിരുന്നു. ഇനിയിപ്പം ബ്ലൂ മോസ്കിലേക്ക് നമുക്ക് നടന്നു പോകാം. നമ്മളങ്ങനെ ബ്ലൂ മോസ്കിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറിയിട്ടുണ്ട്. ബ്ലൂ മോസ്ക് എന്ന് പറയുന്നതിന് പ്രധാന കാരണം നമ്മുടെ ഗൈഡ് ഇങ്ങനെ പറയുമായിരുന്നു. കുറേ കഥകൾ പറഞ്ഞു കേട്ടോ. കുറേ കഥകളൊന്നും എനിക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര ലെങ്തി ആയിപ്പോൾ. പക്ഷേ കുറച്ച് കഥകൾ ഞാൻ പെട്ടെന്ന് പറയാം. ബ്ലൂ മോസ്ക് എന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം ഇതിനകത്ത് ബ്ലൂ ടൈൽസ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലൂ മാർബിൾ വെച്ചാണ് ഇത് പണിതിരിക്കുന്നത്, നീലക്കല്ലുകൾ. അപ്പോൾ ആൾക്കാർ ടൂറിസ്റ്റ് വന്നാണ് അതിന് ബ്ലൂ മോസ്ക് എന്ന പേര് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോമൻ എംപയറിൻ്റെ സമയത്തുള്ള മസ്ജിദാണ്. ഓട്ടോമൻ എംപയറിലെ സുൽത്താൻ അഹമ്മദ് എന്ന രാജാവാണ്, അല്ലെങ്കിൽ സുൽത്താനാണ് ഇത് പണിത്. അതുകൊണ്ട് ദ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നും ഇതിന് പറയാറുണ്ട്. ദ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നുള്ളതാണ് ഒഫീഷ്യൽ പേര്. അതിനെ ഇമ്പീരിയൽ മോസ്ക് എന്ന് പറയാൻ കാരണം ഓട്ടോമൻ എംപയറിൻ്റെ സമയത്ത് പണിതായതുകൊണ്ട് അന്നത്തെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള മോസ്ക് ആയിരുന്നുകൊണ്ടാണ് അതിനെ ഇമ്പീരിയൽ മോസ്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് 3 ഒരേ മോസ്ക് തന്നെയാണ്. ബ്ലൂ മോസ്ക്, ഇമ്പീരിയൽ മോസ്ക്, അല്ലെന്നുണ്ടെങ്കിൽ ദ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്ന് പറയാം. അപ്പോൾ സുൽത്താൻ അഹമ്മദ് മോസ്ക്, ഈ മോസ്കിന് 6 മിനറേറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 6 മിനാറുകളാണുള്ളത്. അപ്പോൾ മക്കയിൽ ശരിക്കും പറഞ്ഞാൽ 6 മിനാറുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് മക്കയ്ക്ക് ഒരു ഇൻസൾട്ട് ആവരുത് എന്നുള്ളതാണ് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ സുൽത്താൻ അഹമ്മദ് ഓർഡർ ചെയ്തിട്ട് മക്കയിൽ 7ാമത്തെ മിനാറും കൂടെ പണിതു എന്ന് ഞാൻ പറയുന്നതല്ല. ഈ കഥകളൊന്നും എനിക്കറിയാവുന്നതല്ല, ഇതെല്ലാം ഗൈഡ് പറഞ്ഞു തന്ന കഥകളാണ്. അപ്പോൾ അത് ഇങ്ങനെ പറയായിരുന്നു. മക്കയിലപ്പം ഇപ്പം 7 മിനാറാണ്. അതിലൊന്ന് പണിതിരിക്കുന്നത് സുൽത്താൻ അഹമ്മദാണ്. കാരണം ഇവിടെ 6 പണിയാനായിട്ട്, മക്കയാണല്ലോ ഇതിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ മക്കയിൽ 7, ഇവിടെ 6. അപ്പോൾ ഇവിടെയാണ് 6 മിനാറുകളുള്ള മസ്ജിദ്. നമുക്കിനി അകത്ത് മസ്ജിദിലേക്കൊന്ന് കയറാം. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ കാണാനായിട്ടൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ കഥകൾ ഇവിടെ നിർത്താം കേട്ടോ. നമ്മളങ്ങനെ ബ്ലൂ മോസ്കിനകത്തൂടെ പെട്ടെന്നൊന്ന് നടന്നിറങ്ങി. അതിനകത്ത് വെച്ച് നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. എങ്കിലും ബ്ലൂ ടൈൽസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മാസ്ക് ഉപയോഗിക്കണം, ഷൂസ് ഊരി വെച്ചിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ബ്ലൂ ടൈൽസൊക്കെ മേളിൽ, ബ്ലൂ സ്റ്റോൺസ് മേളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രേയറിനുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. നമ്മളപ്പം ബ്ലൂ മോസ്ക്, ഇതാണ് ബ്ലൂ മോസ്ക്, നേരെ പുറകിലുണ്ട്. ബ്ലൂ മോസ്കിൽ നിന്ന് നേരെ നടന്നു പോകുന്നത് ഹാജിയ സോഫിയ. ഹാജിയ സോഫിയ എന്ന് പറയുന്നത് 537 പണിതാണ്. 1000ഓളം വർഷം ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ. ഇപ്പോൾ ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയിരുന്നു.
537 പണിത് 1000-ഓളം വർഷം ഇതായിരുന്നു ഏറ്റവും വലിയ കത്തീഡ്രൽ. പക്ഷെ പിന്നീട് ഓട്ടോമൻ പീരീഡിൽ ഇത് ശരിക്കും ഒരു മസ്ജിദായിട്ട് മാറ്റുകയും അതിനുശേഷമാണ് അതിൻ്റെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണുന്ന മിനാറുകളൊക്കെ പണിതത് കേട്ടോ. അതിനു മുമ്പ് ഈ മിനാർസ് ഒന്നും ഇല്ലായിരുന്നു, ഈ ഡോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡോം മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മിനാറൊക്കെ വന്നത്. അപ്പം മിനാർ വന്നതിന് ശേഷം ഇത് മസ്ജിദായി. ഈ മിനാറുകളാണെങ്കിലും പലതും പല സമയത്ത് പണിതാണ്. ആദ്യം ഒരു മിനാറിൽ തുടങ്ങി, പിന്നെ 2ആയി 3ആയി 4ആയി, അങ്ങനെ 4 മിനാറുകൾ ഇപ്പം നമുക്ക് ഇവിടുന്ന് കാണാൻ ഇനി കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന തുർബയാണ് സുൽത്താൻ അഹമ്മദിൻ്റെ തുർബയാണ്. സുൽത്താൻ അഹമ്മദും അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സും. ഇവിടെയും ഉണ്ട് തുർബകൾ. ഷേസാദിൻ്റെ തുർബേസാണ്, അതായത് സുൽത്താൻ്റെ മക്കളുടെയൊക്കെ തുർബേസ് ഇവിടെയും ഉണ്ട്. നമ്മൾ ഹാജിയ സോഫിയയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഇവിടെ ബെഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ആൾക്കാർ ഇത് കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകാം. ഇതാണ് ഹാജിയ സോഫിയയുടെ ഒരു നല്ല കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ. നമ്മളങ്ങനെ ഇപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത് സുൽത്താൻ അഹമ്മദ് സ്ക്വയറാണ്. സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൽ നടുക്ക് തന്നെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഫൗണ്ടൻ്റെ അടുത്തൊക്കെ പോയി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു ഹാജിയ സോഫിയത്തെ ഇവിടെ നമുക്ക് കാണാം, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഹാജിയ സോഫിയയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള മിനാറുകളും അതേപോലെ തന്നെ ചൂമ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഈ സൈഡിൽ കാണുന്നതാണ് ഹമാം, അല്ലെന്നുണ്ടെങ്കിൽ ടർക്കിഷ് ബാത്തിനുള്ള ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ മോസ്ക് കാണാൻ പറ്റും. ഇത് ബ്ലൂ മോസ്ക് നമുക്ക് കാണാം ഇവിടെ. അതേപോലെ തന്നെ ഇപ്പുറത്ത് വന്ന സുൽത്താൻ അഹമ്മദിൻ്റെ ടൂംബാണ് ഇവിടെ. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാം. ഈ നടുക്ക് നിന്നാൽ സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൽ നിന്നാൽ ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെ കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹാജിയ സോഫിയയുടെ അകത്തേക്ക് കയറുകയാണ്. പെട്ടെന്ന് ഹാജിയ സോഫിയൊക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. കാരണം നമുക്കൊരു 5 മിനിറ്റിൻ്റെ സമയം കിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പ്രേയറിന് സമയമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ പല ആൾക്കാരും പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. കുറച്ച് പേര് ഇരുന്ന് വർത്തമാനം പറയുന്നു, കുറച്ച് പേര് ഇങ്ങനെ കൂട്ടം കൂടി സ്ഥലങ്ങൾ കാണുന്നു, ചിലർ ഫുഡ് കഴിക്കുന്നു, ചിലർ ഫോട്ടോ എടുക്കുന്നു, മറ്റു ചിലർ വീഡിയോ എടുക്കുന്നു. ഞാനാണെങ്കിൽ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു മാഷ അവിടെ ഒരു ക്യാൻവാസിൽ നിന്ന് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരച്ചെടുക്കുന്നു, ക്യാൻവാസിൽ വരച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല കാഴ്ചകളും നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ടുള്ള പരിപാടി നോക്കാം. 537 ഹാജിയ സോഫിയ എന്ന് പറഞ്ഞ കത്തീഡ്രൽ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് ഇവിടെ പള്ളി ഉണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അബ്ലൂഷന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടെയിനൊക്കെ കണ്ടു. അതിൻ്റെ അപ്പുറത്ത് മദ്രാസയാണ്. നമ്മളിത് കത്തീഡ്രലിനകത്തേക്ക് കയറാണ്. നമ്മളങ്ങനെ ഹാജിയ സോഫിയയുടെ അകത്ത് വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ഗ്രാൻഡ് സ്ട്രക്ചർ. 537 ഇതുപോലൊരു സ്ട്രക്ചർ പണിയാന്ന് പറയുന്നത് വളരെ ഒരു ഹെർക്യൂലിയൻ ടാസ്ക് തന്നെയാണ്. നമ്മൾ മേളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡോം, ആ ഡോമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 സൈഡിലായിട്ട് ഹാഫ് സ്ഫെറിക്കൽ ഡോംസ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് പിന്നെയും ഉണ്ട് ചെറിയ ചെറിയ ഡോമുകളെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇത്രയും വലിയൊരു ഡോമിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അതേപോലെ ഇവിടെ പല ചിത്രങ്ങളും പണ്ട് വരച്ചിട്ടുള്ളതാണ്. ഈ അറബിൽ എഴുതിയിരിക്കുന്നത് മസ്ജിദ് ആയതിനു ശേഷം, ഓട്ടോമൻ പീരീഡിൽ ആണ് അറബിലുള്ള എഴുത്ത് വന്ന മോസ്ക് ആയതിനു ശേഷം. പക്ഷേ സൈഡിലായിട്ടൊക്കെ ക്രിസ്ത്യൻ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, ഏഞ്ചൽസിൻ്റെ പടം വരച്ചിട്ടുണ്ട്, ഗബ്രിയേലിൻ്റെ പടമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഹാജിയ സോഫിയ എന്ന് പറഞ്ഞാൽ ഹോളി വിസ്ഡം എന്നാണ് അർത്ഥം എന്നാണ് പറഞ്ഞത്. ഏതായാലും വലിയ പില്ലേഴ്സ്, അതിലെ വരകളും മൊസൈക്സും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇത് രണ്ടും ഒന്നിച്ച് വിസിറ്റ് ചെയ്യാം. ഇന്നിത് മോസ്കാണ്. 2 വർഷം മുമ്പ് മുതലാണ് ഇത് മോസ്കായിട്ട്, ആക്റ്റീവ് മോസ്കായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. വർഷിപ്പ് അല്ലെങ്കിൽ പ്രാർത്ഥന നടക്കുന്നത് ഇപ്പോഴാണ്. അതിനു മുമ്പ് ഇതൊരു മ്യൂസിയം മാത്രമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളും ഇനി കാണാനുണ്ട്. നമുക്ക് ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു മ്യൂസിയം ആയിരുന്നു. മ്യൂസിയത്തിൽ നിന്നാണ് ഇപ്പം മോസ്കായെന്ന് പറഞ്ഞു. പക്ഷേ മ്യൂസിയം ആകുന്നതിന് മുമ്പ് ഇത് മോസ്കായിരുന്നു കേട്ടോ. അത് പറയാൻ പറഞ്ഞു. ആദ്യം ഒരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നു, അതിനുശേഷം ഇത് മോസ്കായി, ഓട്ടോമൻ പീരീഡിൽ മോസ്കായി, അതിനുശേഷം മ്യൂസിയമായി, അതിനുശേഷം വീണ്ടും മോസ്കായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനാ സ്ഥലം നമുക്ക് കാണാം. മെക്കയിലേക്ക് ഡയറക്ഷനിലാണ് ഇതിരിക്കുന്നത്. ഇത് തന്നെ നോക്കിയാൽ അറിയാം, മെക്കയിലേക്കുള്ള ഡയറക്ഷൻ സ്വല്പം ഇങ്ങോട്ട് മാറി ആയതുകൊണ്ട് അതൊരു സ്വല്പം ഓഫ് പ്ലേസ്ഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതേസമയത്ത് ആദ്യം ഇത് ചർച്ച ആയിരുന്നപ്പോൾ തന്നെ അത് ഫേസ് ചെയ്യുന്ന ഇസ്രായേലിലേക്കുള്ള ഡയറക്ഷനിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജെറുസലേമിലേക്കുള്ള ഡയറക്ഷൻ, അത് ഒരു 5 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് കാണാം. അതേപോലെ തന്നെ മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ
ഈ കർട്ടന് പുറയിലായിട്ട് സെയിൻറ്റ് മേരി അതുപോലെ തന്നെ ജീസസിൻ്റെ പിക്ചറുണ്ട്. അത് അവർ ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല. ഓട്ടോമൻ പീരീഡിൽ അവരത് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് പകരം കർട്ടൻ വെച്ച് അന്ന് കർട്ടൻ ഉണ്ടായിരുന്നില്ല, അന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് അത് കവർ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇന്നത് അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കളഞ്ഞിട്ട് ഇപ്പോൾ കർട്ടൻ വെച്ച് മറച്ചിരിക്കുകയാണ്. കാരണം മസ്ജിദ് ആയതുകൊണ്ട് പ്രാർത്ഥനാ സമയത്ത് വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ ചിത്രങ്ങളുടെയോ മുന്നിൽ പ്രാർത്ഥന ഉണ്ടാവില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ കഥകൾ പറയാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കഥകളുണ്ട് ഈ ഹാജിയ സോഫിയയെ ചുറ്റിപ്പറ്റി തന്നെ. അത്രയും നമുക്ക് സമയമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. റോമൻ എംപറേഴ്സ്, റോമൻ രാജാവാകുന്നതിന് രാജാഭിഷേകത്തിന് മുമ്പ് അവർ ഇവിടെ വരുവാണ്. ഇവിടെ ഒരു മാർബിൾ ഫ്ലോർ ഉണ്ട്. ഇവിടെ വെച്ചായിരുന്നു രാജാഭിഷേകം നടന്നിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് രാജാവിനെ അഭിഷേകം ചെയ്തതിന് ശേഷം മാത്രമേ റോമിൽ ഭരിക്കാൻ പറ്റുള്ളൂ. റോമ സാമ്രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് രാജാവിനെ വാഴിക്കണം. രാജാവിനെ വാഴിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ രാജാവിനെ അഭിഷേകം ചെയ്യുമ്പം രാജ്ഞിത്തെ അവിടെ മേളിൽ ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ബാൽക്കണി പോലത്തെ സ്ഥലത്ത് അവിടെ നിന്ന് കാണുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഹാജിയ സോഫിയയുടെ കാര്യങ്ങൾ. ഇനി നമ്മൾ പുറത്തേക്ക് പോകാം. അടുത്ത എന്താണ് കാണാനുള്ളതെന്ന് നോക്കാം അല്ലേ? വാ. ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഈ ചിത്രം കണ്ടു. ഈ ചിത്രം കണ്ടിട്ട് നിർത്താണ്. അത് രണ്ട് സൈഡിൽ നിൽക്കുന്നത് റോമൻ എംപറേഴ്സാണ്. 2 റോമൻ എംപറേഴ്സാണ്. ഒന്ന് കോൺസ്റ്റന്റീനാണ്. കോൺസ്റ്റന്റിനോപോളിസ് എന്നാണ് ടർക്കിയുടെ തന്നെ പേര് പറഞ്ഞിരുന്നത്. കോൺസ്റ്റന്റിനോപോളിസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റീൻ്റെ പോളിസ് എന്ന് പറഞ്ഞാൽ സിറ്റി. അതേപോലെ തന്നെ നടുക്ക് സെയിൻറ്റ് മേരിയും ഇൻഫൻറ്റ് ജീസസും. അപ്പോൾ ആ ചിത്രങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് ചെറിയ തോതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, അങ്ങനെ വരികയും ചെയ്യാം. അങ്ങനെ നമ്മൾ ഹാജിയ സോഫിയ, എൻ്റെ പുറയിൽ ഹാജിയ സോഫിയ തന്നെയാണ്. ഹാജിയ സോഫിയ എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം നമ്മൾ കാണുന്ന ടോപ്കാപ്പി പാലസ് ആണ്. ടോപ്കാപ്പി എന്ന് പറഞ്ഞാൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ ക്യാനൺ എന്നാണ്, കാപ്പി എന്ന് പറഞ്ഞാൽ ഗേറ്റ്. അപ്പോൾ ക്യാനൻസ് വെച്ച് നിർത്തിയിരുന്ന ഒരു ഗേറ്റാണ്. കുറേ ക്യാനൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെച്ചിരുന്ന ആ ഗേറ്റുള്ള ഒരു പാലസ്, ഫോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഫോർട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. അതേപോലെ തന്നെ അതിനകത്ത് പാലസും കാണും. ഈ കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല, ഫൗണ്ടെയിൻ. 1800 മുതൽ 1800s സംവെയർ അറൗണ്ട് 1800s പണിത ഒരു ഫൗണ്ടെയിൻ ആയിരുന്നു അവൻ. കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു പാലസ് അല്ലെങ്കിൽ ഔട്ട് ഹൗസ് പോലൊക്കെ തോന്നും. അതൊരു ജസ്റ്റ് ഒരു ഫൗണ്ടെയിൻ മാത്രമാണ്. അപ്പോൾ അന്ന് ഫൗണ്ടെയിൻ ഇതാണെന്നുണ്ടെങ്കിൽ പാലസിൻ്റെ കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ ടോപ്കാപ്പിക്കകത്തേക്ക് കടന്നു. ടോപ്കാപ്പി പാലസിനകത്ത് കടന്നു. പാലസ് ഫോർട്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഫോർട്ടാണെന്ന് നമുക്ക് ചുറ്റുവട്ടത് ഒരു കോട്ട പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പാലസ് ആയിരുന്നു, റോയൽ റെസിഡൻസ് തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ പഴയൊരു പള്ളിയുണ്ട്. ഇസ്താൻബൂളിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പള്ളി അതുപടി അവിടെ നിർത്തിയിട്ടുണ്ട്. അത് പക്ഷേ മസ്ജിദായിട്ട് ഉപയോഗിക്കുന്നില്ല, പള്ളിയായിട്ട് ഉപയോഗിക്കുന്നില്ല. അത് അതുപടി അവിടെ നിർത്തിയിട്ടുണ്ട്. അത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത്ര പഴക്കം തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത് പഴകി ഇടിഞ്ഞ് വീണതിന് ശേഷം അതിനെ പുതുക്കി പണിത്തി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓട്ടോമൻ എംപയറിൻ്റെ സമയത്തുണ്ടായിരുന്ന, ഓട്ടോമൻ സുൽത്താൻമാരുടെ സമയത്തുണ്ടായിരുന്ന മിൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പൈസ കറൻസി പ്രിൻറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. അകത്ത് ഫോർട്ടാണല്ലോ, കോട്ടയ്ക്കകത്ത് വളരെ വലിയൊരു ഓപ്പൺ സ്പേസ് ആണ്. മാസ്കിൻ്റെ ആവശ്യമില്ല, ഇപ്പം അടുത്താരുമില്ല. ഞാനിപ്പോൾ ഒരു കാഫറ്റേറിയയിൽ വന്നിരിക്കുകയാണ്. കാരണം നടന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ട്രൈപോഡ് അനുവദിച്ചില്ല. അപ്പോൾ ട്രൈപോഡ് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറി. ട്രൈപോഡ് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ട്രൈപോഡല്ല, മിനിപോഡാണ് ഞാൻ ഉപയോഗിച്ചത്. അതാണെങ്കിലും പുറത്ത് വെച്ചിട്ടേ അകത്തോട്ട് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. നല്ലൊരു ചെറിയൊരു പുല്ലൊക്കെ ഇങ്ങനെ വിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് വലിയ മരങ്ങളുണ്ട്. മരങ്ങളുടെ ബ്രാഞ്ചസ് എല്ലാം തന്നെ വെട്ടിമാറ്റിയിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താ ഈ ബ്രാഞ്ചസ് വെട്ടിമാറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ശിഖരങ്ങൾ ആർത്ത് മാറ്റുന്ന ഇതിനാണ്, നന്നായിട്ട് വീണ്ടും ഗ്രോ ചെയ്യാനായിട്ടാണ്. ഈ വിൻ്റർ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതൊക്കെ വീണ്ടും പൊട്ടി മുളയ്ക്കും. നല്ല രീതിയിൽ ആ മരങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ വന്ന് കാഫേയിലിരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങോട്ട് പോകാം. ഒരു ടീ ബ്രേക്കിനായിട്ട് നിർത്തുകയാണ്. വാഷ്റൂം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വാഷ്റൂം ഉപയോഗിക്കാൻ. ഒത്തിരി പേരൊക്കെ വിട്ടിരുന്ന് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിത്തെ കുറച്ച് അകത്തേക്ക് വന്നു. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കൂടെ അല്ല വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. അപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനുള്ള പാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് നമ്മൾ അകത്തോട്ട് വരുന്ന ആ ഗേറ്റിന് തന്നെ പറയുന്നത് ഗേറ്റ് ഓഫ് സല്യൂട്ടേഷൻ, അതർവൈസ് ഗേറ്റ് ഓഫ് സല്യൂട്ടേഷനോ
ദാറ്റ് ഈസ് ഗേറ്റ് ഓഫ് സല്യൂട്ടേഷൻ എന്നാണ്. ആദ്യം നമ്മൾ എൻ്റർ ചെയ്ത് ഇമ്പീരിയൽ ഗേറ്റ് ആണ്. ഗേറ്റ് ഓഫ് സല്യൂട്ടേഷൻ അകത്തേക്ക് കുതിരപ്പുറത്ത് വരാൻ അനുവാദം ഉണ്ടായിരുന്നത് സുൽത്താന് മാത്രമായിരുന്നു. സുൽത്താനാണ് കുതിരപ്പുറത്ത് വരും, ബാക്കി എല്ലാവരും കുതിരപ്പുറത്ത് നിർത്തി വേണം വരാനായിട്ട്. ഇതാണ് കോർട്ട്യാർഡ് ഓഫ് ജസ്റ്റിസ്. കോർട്ട്യാർഡ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഒരു കോർട്ട് ഉണ്ടായിരുന്നിട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, നിയമപാലനം അങ്ങനെ ഒരു ബേസിസിലല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ഈ ടവർ, ഇതിന് ടവർ ഓഫ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. ടവർ ഓഫ് ജസ്റ്റിസ് എന്ന് ഇതിന് പറയാനുള്ള കാരണം ഇതിൻ്റെ മേളിൽ നിന്നാൽ മൊത്തം സിറ്റി കാണാമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കോർട്ട്യാർഡിൻ്റെ അങ്ങേ സൈഡിൽ കാണുന്ന വലിയ ആ കെട്ടിടം, അത് മുഴുവൻ കിച്ചണാണ്. ഈ കാണുന്ന ഈ സൈഡ് മുതൽ ഇങ്ങേ അറ്റം വരെ നമ്മൾ കാണുന്നത് അതെല്ലാം കിച്ചൺ കോംപ്ലക്സ് ആണ്. ഇവിടെ ആയിരുന്നു അന്ന് പാചകങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് പറഞ്ഞത്. പാചകം നടന്നുകൊണ്ടിരുന്ന ഈ സ്ഥലത്തായിരുന്നു. ചിക്കനും മട്ടനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഇവർക്ക് 2 നേരം മാത്രമേ ആഹാരമുള്ളൂ. ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒന്ന് രാത്രിയിലെ ഡിന്നർ. അതേപോലെ ഈ സ്ഥലത്താണ് നമ്മുടെ സുൽത്താൻ ഇരിക്കുക. സുൽത്താൻ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ആൾക്കാർ ഇതിലൊക്കെ നടന്നു വരുമ്പോഴത്തേനെ, ആൾക്കാരെന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സ് ആരിലൊക്കെയാണ് ഇതിൽ നടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ സോൾജിയേഴ്സ് വരുമ്പോഴത്തേ ഈ കാണുന്നത് സല്യൂട്ടേഷൻ സ്റ്റോൺസ് ആണ്. ഇതുപോലെ 3 സ്റ്റോൺസ് ഉണ്ട് 3 ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ഓരോ സ്റ്റോണിൻ്റെ അവിടെ വരുമ്പോഴും നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ സോൾജിയേഴ്സിന് സുൽത്താനെ സല്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടവർ ഓഫ് ജസ്റ്റിസിൻ്റെ താഴെ അകത്ത് ഭാഗത്തുള്ള കാഴ്ചകളാണ്. ഇതിനകത്ത് മ്യൂസിയം ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്തൂടെ ചുറ്റിക്കറങ്ങി കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിനിയിപ്പോൾ ഇതിനകത്തേക്ക് കയറാണ്. ഇതൊക്കെ ഇപ്പം മ്യൂസിയം ആണ്. പണ്ടത്തെ കാലത്ത് ഇത് പാർലമെൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പാർലമെൻറ്റ് ഹൗസസ്. ഇപ്പോൾ ഓട്ടോമൻ കിങ്സ്, ഓട്ടോമൻ സുൽത്താൻസ് അവർ ഓട്ടോണമസ് ആയിരുന്നെങ്കിൽ പോലും മിനിസ്റ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ രാജാക്കന്മാരാണേലും മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസോട് കൂടിയൊക്കെ തന്നെയായിരുന്നല്ലോ ഡിസിഷൻ എടുത്തിരുന്നത്. ഓട്ടോമൻ രാജാക്കന്മാരും ഓട്ടോമൻ സുൽത്താൻസും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ പാർലമെൻറ്റ് ഹൗസസ് ആണ് ഇത് രണ്ടും. ആ വൈറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആർക്കൈവ് ഹൗസാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ പാർലമെൻറ്റ് ഹൗസിൽ എടുത്തിരിക്കുന്ന ഡിസിഷൻസ് എല്ലാം അവർ എഴുതി വെക്കുമായിരുന്നു. ആ എഴുതി വെച്ചിരിക്കുന്ന ചുരുളുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത് ആ സ്പേസിലാണ്. അത് ആർക്കൈവ് സ്പേസാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കയറാം. പക്ഷേ ഇതിനകത്ത് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഇതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഡയമണ്ട്സ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ പഴയ വെപ്പൺസൊക്കെ സൂക്ഷിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതുമൊക്കെ കണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി വരാം. നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അകത്തെ കാഴ്ചകൾ കാണും. ഏതെങ്കിലും വീഡിയോ എടുക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങളോ വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുന്ന ബില്ലുകൾ ചുരുളുകളാക്കി, പാർലമെൻറ്റ് ബിൽസ് എല്ലാം ചുരുളുകളാക്കി വെച്ചിരുന്ന സ്ഥലം ആർക്കൈവ് റൂം. പഴയ ആർക്കൈവ് റൂം ഇന്ന് ഒരു മ്യൂസിയമാണ്. അത് ക്ലോക്ക് മ്യൂസിയമാണ്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇത് വെപ്പൺസൊക്കെ വെച്ചിരിക്കുന്ന ഇഷ്ടംപോലെ വെപ്പൺസ് ഉണ്ട് കേട്ടോ. ഹംഗേറിയൻ ടൈമിൽ 14th century ഹംഗേറിയൻസ് ഉപയോഗിച്ചിരുന്ന വാള് കണ്ടു. ഈ വലിയ വാള് ഒരാൾക്ക് 2 പേർക്ക് ഒന്നിച്ച് നിന്ന് എടുത്താലും പൊങ്ങാൻ പറ്റാത്തത്ര വലുപ്പമുള്ള വാളുകൾ. അപ്പോൾ അങ്ങനെ കുറേ വെപ്പൺസും ഒക്കെ കണ്ടു. നമ്മൾ പിന്നെ ഈ സുൽത്താൻ്റെ ത്രോൺ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇതാണ് ആ സ്ഥലം. ഇതിൻ്റെ അപ്പുറത്തൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ ഇപ്പോഴും ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അതേപോലെ തന്നെ മരങ്ങളും പുൽപ്പകിടി എന്താ പറയുന്നത് ലോൺ അതെല്ലാം ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു നമ്മൾ സുൽത്താൻ സുൽത്താൻ്റെ ത്രോണിൻ്റെ ആ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് സുൽത്താൻ്റെ ത്രോൺ ഉണ്ടായിരുന്നത്. ഇതിന് മുമ്പിൽ ഈ ഭാഗത്തായിട്ട് നേരത്തെ പ്രോഫറ്റ് മുഹമ്മദ് ക്യാരി ചെയ്തിരുന്ന ആ ഫ്ലാഗ് ഇവിടെ നാട്ടിയിരുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സുൽത്താൻ്റെ ഗോൾഡൻ ത്രോൺ ഇതിനകത്ത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയും. നമുക്ക് കയറി നോക്കാം. ശരിക്കും സുൽത്താൻ്റെ ഒറിജിനൽ ഗോൾഡൻ ത്രോൺ ആണ് നമ്മളവിടെ കണ്ടത്. അകത്ത് കയറി കണ്ടു കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ ദിവാൻ ഉണ്ട്. അത് ചീഫ് വസീറിന് ഇരിക്കാനായിട്ടുള്ളതാണ്. ഇവർ ആരെങ്കിലും അംബാസിഡേഴ്സ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോഴത്തേനും ഇവിടെ ഡിസ്കഷൻസ് ഉണ്ടാവും. ആ ഡിസ്കഷൻസ് പുറത്താരും നിന്ന്
ഇങ്ങനെ ഭാഗത്തു നിന്ന് കേൾക്കാതിരിക്കാനായിട്ട് അവർ ഫൗണ്ടെയിൻസ് വെച്ചിട്ടുണ്ട്. ആ ഫൗണ്ടെയിൻസ് ഓൺ ചെയ്യും. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻസ് വരുമ്പോൾ ഫൗണ്ടെയിൻസ് ഓൺ ചെയ്യും, ഈവ്സ് ഡ്രോപ്പിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. ഇനിയും ഉണ്ട് കുറേ സ്ട്രക്ചറൊക്കെ, പക്ഷേ ഇതൊക്കെ നമ്മൾ ഓടിച്ച് കണ്ടങ്ങ് പോവാം അല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് പാലസിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ മൈക്ക് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. മൈക്ക് ഞാൻ എടുത്ത് അകത്ത് വെച്ചു, കാരണം ബാറ്ററി തീർന്നു. കുറേ ദൂരമുണ്ട്, കുറേ കാഴ്ചകളുണ്ട്. ശരിക്കും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കോർട്ട്യാർഡിൽ വരും. അതിന് ഇന്നർ പാലസ് എന്നാണ് ഇവർ പറയുക. ഇന്നർ പാലസിൻ്റെ സൈഡിലായിട്ട് ലൈബ്രറി ഉണ്ട്, അതിൻ്റെ വേറൊരു സൈഡിലായിട്ട് ഹോളി റിലീക്സ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ നടുക്ക് ചെറിയൊരു ഗാർഡനുണ്ട്. ആ ഗാർഡനിൽ തന്നെ ഒരു സൺഡൈലും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കയറി നോക്കുകയൊക്കെ ചെയ്യാം, കയറി കാണുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നർ പാലസിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് കോർട്ട്യാർഡിൽ വരും. ഫോർത്ത് കോർട്ട്യാർഡിൻ്റെ ഇവിടെ നല്ലൊരു ഗാർഡനുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ സുൽത്താൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൈവറ്റ് സ്പേസാണ്. ഒരു പ്രൈവറ്റ് റൂമുണ്ട്. അതിനകത്ത് ഒരു ചെറിയ എന്താ പറയുന്നത് സിംഹാസനമുണ്ട്. അത് ഗോൾഡൻ സിംഹാസനമല്ല, പക്ഷേ ഈ കാണുന്ന ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഒരു ഫൗണ്ടനൊക്കെയാണ്. ഫാമിലി സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് ഇതെല്ലാം. ഈ കാണുന്നതെല്ലാം ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്, പ്രൈവറ്റ് സ്പേസസ് ആണ്. നമുക്കിപ്പോൾ ഇതിലൊക്കെ ചുറ്റിക്കറങ്ങി കാണുകയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഇത് റമദാൻ സമയത്ത് സുൽത്താൻ ഇഫ്താർ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ഇതിന് താഴെ വെച്ചായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്യൻ ഭാഗത്തിൻ്റെ ഒരു നല്ല, അതായത് ഇസ്താൻബുൾ സിറ്റിയുടെ യൂറോപ്യൻ സൈഡിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് യൂറോപ്യൻ സൈഡ് തന്നെയാണ്, നല്ലൊരു വ്യൂ കിട്ടും. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഹോൺ എന്നാണ് ഈ സൈഡിലേക്ക് പറയുക. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ബോട്ട്സ് ഒക്കെ ഉണ്ട്. ഇത് ബോസ്ഫറസ് ക്രൂസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബോട്ട്സും ക്രൂസസും ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിന് വേണേലും ക്രൂസസിന് വേണേലും ഇവിടെ പോവുകയൊക്കെ ചെയ്യാം. അതേപോലെ അങ്ങ് ദൂരെ ഈ കാണുന്നത് ഗലാറ്റ ടവറാണ്. നമുക്ക് ഗലാറ്റ ടവറിൻ്റെ മേളിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിലൊക്കെ കയറാൻ പറ്റുമായിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. മൈക്ക് അവസാന ഭാഗത്ത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ക്ഷമിക്കണം. സൗണ്ടിന് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത യാത്ര എന്തെങ്കിലും രുചികളൊക്കെ ആയിട്ട് ബാക്കിയുള്ള യാത്രകളെല്ലാം ബോസ്ഫറസ് ടൂർ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത രുചികളും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ഉണ്ടാവും. ഇനി അടുത്ത യാത്ര അടുത്തൊരു സ്ഥലത്തേക്കാവും. തൽക്കാലത്തേക്കിന് ബൈ. വീണ്ടും കാണാം. സന്തോഷമായിട്ട് ബൈ.